മധ്യപൂർവേഷ്യയിലെ സംഘർഷം സാമ്പത്തിക മേഖലയിലും കനത്ത പ്രഹരം ഏൽപ്പിക്കുകയാണ്. ഓഹരി വിപണികളിൽ ഇന്നും ചോരപ്പുഴ ഒഴുകി. ബ്ലഡ് ബാത്ത്. ഓഹരി സൂചികൾ 2% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തുന്നത്. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 2280 രൂപ കുറഞ്ഞു. രൂപ സർവകാല തകർച്ചയിലേക്ക് വീഴുകയും ചെയ്തു. യുദ്ധം എന്ന് തീരുമെന്ന് അറിയില്ല. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടഞ്ഞതോടെ ക്രൂഡ് ഓയിൽ വിലയും കൂടുന്നു. 2024 ശേഷമുള്ള ഏറ്റവും കൂടിയ വിലയിൽ എത്തി നിൽക്കുകയാണ്. എണ്ണ ഇറക്കുമതിക്ക് ഗണ്യമായ തുക ചെലവിടുന്ന ഇന്ത്യയിൽ ആശങ്കകൾക്ക് കാരണങ്ങൾ ഏറെയാണ്. ഹോളി അവധി കഴിഞ്ഞ് വ്യാപാരം തുടങ്ങിയ വിപണികളിൽ ഇന്നും വൻ തിരിച്ചടി ഉണ്ടായി. തിങ്കളാഴ്ച 9 ലക്ഷം കോടി രൂപയാണ് വിപണിയിലെ നഷ്ടം. ഇന്നും ഇതേ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് നിഗമനം. IT ഒഴികെയുള്ള സെക്ടറുകളെല്ലാം നഷ്ടത്തിലാണ്. മറ്റ് ഏഷ്യൻ വിപണികളും നഷ്ടത്തിലാണ്. യുദ്ധ സാഹചര്യത്തോട് വിപരീതമായാണ് സ്വർണ്ണവില പ്രതികരിക്കുന്നത്. ഡോളർ ശക്തിയാർജിച്ചതോടെ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് ഇന്ന് 285 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ പവന് വില 1,20,640 രൂപയിലേക്കെത്തി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇന്ന് 92 രൂപയും പിന്നിട്ട് നിൽക്കുകയാണ്. 24 മുംബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.